കളമശ്ശേരി ഗവൺമെന്റ് HSS ആൻഡ് VHSSൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള 2026-27 LKG UKG പ്രവേശനം ആരംഭിച്ചു. സ്മാർട്ട് റൂമുകൾ കൂടാതെ എയർ കണ്ടീഷൻ, പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു പി പറഞ്ഞു. കളമശ്ശേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷം LKG UKG ക്ലാസ്സുകളിലേക്കുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഇവിടെ കൂടുതൽ കുട്ടികളെ പ്രവേശിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ ജബാർ പുത്തമ്പീട്ടിൽ, അതേപോലെ തന്നെ നമ്മുടെ SMC ചെയർമാൻ ATC കുഞ്ഞുമോൻ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ കളമശ്ശേരി നഗരസഭയിൽ നടത്തിയ ഇടപെടലുകളെ തുടർന്നാണ് ഇവിടെ നല്ല രീതിയിൽ ക്ലാസ് റൂമുകൾ ഫർണിഷ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന AC ക്ലാസ് റൂമുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ കുട്ടികളുടെ എണ്ണവും ഈ വർഷം വർദ്ധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. നിലവിൽ ഇവിടെ ഇപ്പം 30 കുട്ടികൾ LKG UKG ക്ലാസ്സുകളിലായിട്ട് ഉണ്ട്. അതിൽ നിന്ന് UKGയിൽ നിന്ന് 15 കുട്ടികൾ ഈ വർഷം 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടുന്നുണ്ട്. അപ്പോൾ LKG അതിൽ ഏകദേശം 9 കുട്ടികൾ, ഇവിടെ 6 പേര് സ്ഥലം മാറ്റം മൂലം മറ്റ് മേഖലകളിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. കൂടുതലായിട്ട് ഇവിടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും അതേപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം എന്നിവ സൗജന്യമായിട്ട് നൽകാനും കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്താനായിട്ട് ഇവിടെ സ്കൂൾ ബസ്സുണ്ട്. അതേപോലെ മറ്റ് പ്രൈവറ്റ് ക്യാരേജുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. അത്യാവശ്യം അകലെ നിന്നുള്ളവർക്ക് പോലും ഇവിടെ പ്രവേശനം സാധ്യമാണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താനായിട്ട് PTA-യും അതേപോലെ തന്നെ സ്കൂൾ അധികൃതരും നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികളെ ഏതായാലും ഈ സ്കൂളിൽ തന്നെ ചേർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കുട്ടികൾക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് സ്കൂളിൽ ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നല്ല രീതിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കാണുന്ന സ്മാർട്ട് ബോർഡുകൾ, അതേപോലെ തന്നെ AC ക്ലാസ് റൂമുകൾ, ചെറിയ ക്ലാസ്സുകളിലെല്ലാം AC ക്ലാസ് റൂമുകളാണ്. നമ്മുടെ 1 മുതൽ 4ാം ക്ലാസ് LKG UKG ഉൾപ്പെടെ 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളും AC സ്മാർട്ട് റൂമുകളാണ്. അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കിയത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയാണ്. പിന്നീട് എല്ലാം